നെത്തിങ് സബ് ബ്രാൻഡായ CMF ബ്രാൻഡിൻ്റെ ഒരു ബഡ്ജറ്റ് മോഡൽ ബഡ്സാണിത്. നെത്തിങ് ഫോൺ 2യുടെ കൂടെ തന്നെയായിരുന്നു ഇതിൻ്റെ ലോഞ്ചിങ് നടന്നത്. ഞാനിത് വാങ്ങിച്ചത് മിന്ത്രയിൽ നിന്നാണ്. ഏകദേശം 1800 രൂപകളായി. 42 dB ANC മോഡ്, 12.4mm ഡ്രൈവർ, പിന്നെ ബെറ്റർ സൗണ്ടിങ്ങിന് വേണ്ടി അൾട്രാ ബേസ്, പിന്നെ ബാറ്ററി ഒരു 37 hours ബാക്കപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിത് വാങ്ങിച്ചിട്ടൊരു 2-3 days ആയി. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണിത്. ഈ ഒരു ബോക്സും അതുപോലെ തന്നെ അൺബോക്സിങ് എക്സ്പീരിയൻസും നോക്കുമ്പോൾ എനിക്കൊരു ബഡ്ജറ്റ് ഇയർഫോൺ അൺബോക്സ് ചെയ്യുന്ന പോലെ തോന്നുന്നില്ല. കുറച്ചൊരു മിഡ് പ്രീമിയം ലെവൽ പോലെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഹിഡൻ ചെയ്തതുപോലെ മാനുവൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നൈസായിട്ടൊരു പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടാണ് ബഡ്സിൻ്റെ കേസ് ഉള്ളത്. കൂടാതെ ഒരു 4 extra ടിപ്സും കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മളെ ഹെഡ്ഫോണൊക്കെ പ്ലാസ്റ്റിക് റാപ്പിലായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ അവർ നെത്തിങ് ഫോൺ പോലെ തന്നെ ഒരു പേപ്പർ റാപ്പിങ്ങിലാണ് തന്നത്. അത്യാവശ്യം കാണുമ്പോൾ നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. ഈ ഒരു ഡിസൈൻ കാരണം തന്നെയാണ് ഞാനത് ഓർഡർ ചെയ്തതും. പിന്നെ USB Type-C ചാർജിങ്, അതിൻ്റെ അടുത്തൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ലാനിയാർഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ലാനിയാർഡ് അറ്റാച്ചിങ് ഒരു ഡിസൈൻ റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിസൈൻ ഫീല് കിട്ടുന്നുണ്ട്. കാരണം അവർ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് സീരിയൽ നമ്പറും അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി മാഗ്നറ്റിൽ തന്നെയാണ് ബഡ്സ് കേസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഹോൾഡ് ബഡ്സ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അഥവാ ബഡ്സ് തിരിച്ച് പിടിച്ചാലും താഴത്തോട്ട് വീണു പോകുന്നൊന്നും തോന്നില്ല. നല്ലൊരു ക്വാളിറ്റി ഡിസൈൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതിൻ്റെ ഉള്ളിൽ CMF ബൈ നെത്തിങ് എന്ന ലോഗോ കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷിലാണ് കേസിൻ്റെ പുറത്തും ഉള്ളിലൊക്കെ വരുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊരു സ്ക്രാച്ച് വീണാലും അത് പുറത്തോട്ട് അങ്ങനെ കാണുന്ന രീതിയിലല്ല. പിന്നെ അത്യാവശ്യം സ്മോളാണ് സൈസ്. പോക്കറ്റിൽ ഹോൾഡ് ചെയ്യാൻ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓപ്പണിങ് ചെയ്യുന്ന ഹിഞ്ചാണെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു വോബ്ലിങ് കാണിക്കുന്നുണ്ട്. ഇനി ഇത് ഫോണായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. അതുപോലെ നെത്തിങ് എക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കേസ് ഓപ്പൺ ആണെങ്കിൽ റേഞ്ചിൽ കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെയറിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. പെയറിംഗ് പ്രോസസ്സൊക്കെ അത്യാവശ്യം സ്മൂത്താണ്. പക്ഷേ കുറച്ച് ബഗ്സ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റിലോട്ട് പറയാം. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ബഡ്സിൻ്റെ ഓരോ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഡബിൾ ടാപ്പ് എന്താ, ട്രിപ്പിൾ ടാപ്പ് എന്താന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് കേസിൻ്റെ ചാർജിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. 4 ഓപ്ഷനാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തത് ഈക്വലൈസർ. പ്രീ ഡിഫൈൻഡ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്ന ഡിറാക്കിൻ്റെതും കാണാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പേഴ്സണലി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഡിറാക്കിൻ്റെ ആ ഒരു പ്രൊഫൈൽ തന്നെയാണ്. ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് കൺട്രോൾസ് ആണ്. ലെഫ്റ്റ് റൈറ്റ് ബഡ്സ് സെപ്പറേറ്റ്ലി, ഡബിൾ ടാപ്പ് ട്രിപ്പിൾ ടാപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഒരു നോയ്സ് കൺട്രോൾ സെക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ബഡ്സിലും അതുപോലെ തന്നെ ആപ്പിലും വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. പിന്നെ സെറ്റിങ്സിൽ വരുന്നത് ഇൻ-ഇയർ ഡിറ്റക്ഷൻ ബൈ ഡിഫോൾട്ട് ഓൺ ആയിരിക്കും. വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ലോഗ് ലാഗ് മോഡ്, പിന്നെ ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ പോസിബിൾ ആണ്. നമുക്ക് 1-2 എത്ര ഡിവൈസ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അറ്റ് എ ടൈം. പിന്നെ ഫൈൻഡ് മൈ ഇയർബഡ്സ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലേ ചെയ്താൽ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു നോയ്സ് ഇയർബഡ്സിൽ നിന്ന് പുറത്തോട്ട് വരും. അപ്പോൾ അത്യാവശ്യം റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അൾട്രാ ബേസിൻ്റെ ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കാര്യമായിട്ട് വലിയൊരു മാറ്റമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാനിതിവിടെ കണക്ട് ചെയ്തിട്ട് ഐഫോണായിട്ടാണ്. അതുകൊണ്ട് തന്നെ ചാർജിങ് ഓപ്ഷൻ കാണിക്കുന്നത് സ്റ്റാറ്റസ് ബാറിൽ ചെറുതായിട്ടാണ്. അതുകൊണ്ട് തന്നെ ചാർജിങ് സ്റ്റേറ്റസ് അറിയാൻ അതൊരു ബുദ്ധിമുട്ടാണ്. ഓരോ തവണ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമ്മളോട് പറയും വീണ്ടും ഡിവൈസ് റീകണക്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെ റീകണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ പോയിട്ട് അവിടുന്ന് ഫോർഗെറ്റ് ഡിവൈസ് പ്രസ് ചെയ്തതിനു ശേഷം വീണ്ടും കണക്ട് ചെയ്യണം. ഡെയിലി ഒരു 4-5 ടൈംസ് ഇങ്ങനെ റീകണക്ട് ചെയ്യാൻ പറയുന്നതുകൊണ്ട് ഒരു ഭയങ്കര അനോയിങ് പ്രോസസ്സാണ്. അപ്പോൾ അതൊരു ബഗ്ഗാണ്. സോഫ്റ്റ്വെയറിൻ്റെ ആണോ അതോ ഫേംവെയറിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. സംടൈംസ് അത് ആപ്പിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇയർബഡ്സിൻ്റെ ഫേംവെയറിൻ്റെ ആയിരിക്കാം. അതാണ് ഒന്നാമത്തെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് മൈക്ക് ക്വാളിറ്റിയാണ്. മൈക്കിൽ പറയുമ്പോൾ നമ്മൾ വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ക്വാളിറ്റി നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുന്നുണ്ട്. നോയ്സ് നല്ലോണം കയറി വരുന്നുണ്ട്. ചില സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വോയിസ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ മൈക്ക് സംടൈംസ് ഇയർഫോണിൻ്റെ മൈക്ക് കണക്റ്റ് ആവും, സംടൈംസ് നമ്മൾ ഫോണിൻ്റെ തന്നെയാണ് കണക്റ്റ് ആവുക. അപ്പോൾ അതൊരു ബഗ്ഗായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു ബഗ്ഗായിട്ട് തോന്നിയിരിക്കുന്നത് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നൊരു സൗണ്ട് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും.
അപ്പോൾ അത് ചില സമയത്ത് ടാപ്പ് ചെയ്യാതെ തന്നെ, അതായത് മ്യൂസിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതായത് ഫോണിൽ പ്ലേ ചെയ്യുന്ന സമയത്തും പിന്നെ നമ്മൾ ഫോൺ ലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ഫീഡ്ബാക്ക് സൗണ്ട് ഇങ്ങനെ കയറി വരും. അപ്പോൾ അതൊരു ബഗ്ഗായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് സൈഡിലോട്ട് വന്നാൽ സൗണ്ട് ക്വാളിറ്റി പക്ക നീറ്റ് സൗണ്ടാണ്, നല്ല ബേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫീലൊന്നും സൗണ്ടിലില്ല. നല്ലൊരു ക്വാളിറ്റി ഇയർബഡ്സിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു സൗണ്ട് ഫീൽ തന്നെ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. എടുത്തു പറയാനുള്ള പോസിറ്റീവ് ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് സൗണ്ട് ക്വാളിറ്റി, രണ്ടാമത്തെ ഈ ഒരു ഡിസൈന്. അപ്പം അതല്ലാതെ മൈക്കിൻ്റെ കേസിലാണെങ്കിലും ആപ്പിൻ്റെ കേസിലാണെങ്കിലും ഈ ഒരു ബഗ്ഗുകൾ മാറ്റി നിർത്തിയാൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു ഫേംവെയറിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാനിത് പർച്ചേസ് ചെയ്തത് മിന്ത്രയിൽ നിന്നാണ്. ആ സമയത്ത് ഇൻട്രൊഡക്ടറി ഓഫറായ 2300 ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മിന്ത്രയിൽ ഫസ്റ്റ് യൂസർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു 500 ഡിസ്കൗണ്ട് ഉണ്ട്, എബോവ് 2000 ആണെങ്കിൽ. അപ്പോൾ ആ ഒരു 500 ഡിസ്കൗണ്ടും കൂടെ കിട്ടി. ഇപ്പോൾ ടോട്ടൽ 1800-നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരു റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ലൊരു ഇൻ ഹാൻഡ് ഫീലും കിട്ടുന്നുണ്ട്. ബാക്കി വരുന്ന ബഗ്സ് എല്ലാം ഒരു ഫേംവെയർ അപ്ഡേഷനിൽ മാറാനും ചാൻസ് ഉണ്ട്. പിന്നെ നോയിസ് ക്യാൻസലേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ഒരു 42 dBക്കുള്ളിൽ വരുന്ന, അതായത് നമ്മുടെ ഫാൻ നോയ്സ്, AC നോയ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉള്ളിലോട്ട് കേൾക്കുന്നില്ല നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ട്രാൻസ്പാരൻസി മോഡായാലും ആ ഒരു പുറത്തുള്ള സൗണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട രീതിയിൽ തന്നെ ഉള്ളിലോട്ട് കേൾക്കുന്നുണ്ട്. യൂഷ്വലി ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാകുന്ന സമയത്ത് ഒരു 90-95 ഡെസിബിളാണ് ആ ഒരു നോയ്സ് ഉണ്ടാകുന്നത്. അത് നമുക്ക് ഏതെങ്കിലും ആപ്പ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആ ഒരു ടോട്ടൽ റേഞ്ചിൻ്റെ പകുതിയോളം CMF ബഡ്സിൻ്റെ ANC ക്യാൻസൽ ചെയ്ത് തരുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ ഓഫർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ANC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്.